Me? Yeah. Yeah, Oh no. Actually, we can find out somebody. but the time is running out. We should shoot now. നോ പ്രോബ്ലം. ജസ്റ്റ് എ മിനിറ്റ് മാം. ഇങ്ങ് വന്നേ. സർ വൺ സെക്കൻഡ്. കല്യാണി ഒരു കാര്യം പറയണ്ട. വാ വാ. ബ്രോ, ഇത് നല്ലൊരു ചാൻസാ, മിസ്സാക്കരുത്. ദേ, ഇത് ഇത്രയും വലിയ കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് ആണെന്ന് ബ്രോയ്ക്ക് ഓർമ്മ വേണോ? അരവിന്ദേ, നിനക്കെന്താ ഭ്രാന്താണോ? ഇതൊന്നും ശരിയാവില്ല. നീ എന്താ ഒന്നും അറിയാത്ത പോലെ. അന്ന് അമ്പലത്തിൽ വെച്ച് നവഗ്രഹ പൂജ നടന്നപ്പോ ഉണ്ടായ കാര്യം അറിയാലോ. ബ്രോ, അത് ക്ഷേത്രം, പബ്ലിക് പ്ലേസ്. ഇതൊരു ബിസിനസ് ഷൂട്ടാ. ഇതും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. വേണ്ട അനിയുകുഞ്ഞ്. ബ്രോ, കല്യാണിക്ക് പേടി അമ്മയെ. ബ്രോ ഒരു കാര്യം ചെയ്യും, അമ്മയൊന്ന് ഫോൺ ചെയ്ത് കാര്യം അവതരിപ്പിക്കും. അമ്മ സമ്മതിക്കും. ബ്രോ വിളിക്ക്, ഒന്ന് വിളിക്ക് ബ്രോ. പറയുന്ന കേക്ക്. ഹലോ സർ. ആ കമല, അമ്മയൊന്ന് വിളിക്കാമോ? സാർ, മാഡം തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ് കഴിച്ച് മുറിയിൽ റെസ്റ്റ് എടുക്കുക. 2 മണിക്കൂർ നേരത്തേക്ക് ഏത് ഫോൺ വന്നാലും ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശരി. അർജന്റ് ആണോ സർ? ഇല്ല, കുഴപ്പമില്ല. അമ്മ റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, ശരി സർ. എന്തു പറ്റി ബ്രോ? അമ്മ തലവേദന കാരണം ടാബ്ലറ്റ് കഴിച്ച് ഉറക്കത്തില്. ആര് ഫോൺ വിളിച്ചാലും ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞു പോലും. കല്യാണി, ഒരു 5 മിനിറ്റ്. ബ്രോയോട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം. വാ. ബ്രോ, ഇതാരും അറിയാൻ പോകുന്നില്ല. രാജുവായിട്ട് ഡെമോ മാരേജ് നടന്നേ അമ്മ വിശ്വസിക്കൂ. ഇപ്പൊ ഈ പ്രൊജക്ട് കിട്ടിയാൽ കല്യാണിയുടെ കല്യാണത്തിന് 100 കോടി 1%, അതായത് 1 കോടി രൂപ കിട്ടും. അത് ബ്രോ അവളോട് ചെയ്യുന്നൊരു പുണ്യ പ്രവൃത്തിയായിരിക്കും. കല്യാണിക്ക് വേണ്ടി നമുക്ക് അവസാനമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം. ബ്രോ പ്ലീസ് ബ്രോ, ഒന്ന് സമ്മതിക്കണം. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പ്ലീസ് ബ്രോ, ഒന്ന് സമ്മതിക്കും. കല്യാണി ഓർത്തെങ്കിലും ഒന്ന് സമ്മതിക്കും. നീ പറയുന്നൊക്കെ ശരി തന്നെയാ, പക്ഷെ അമ്മയുടെ വാക്ക്. ബ്രോ, അമ്മയുടെ കാര്യം വിട്, അത് ഞാൻ നോക്കിക്കോളാം. ശരി, ഓക്കെ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ബ്രോ, ഒരു കാര്യം കൂടി. അമ്മയെ ഭയന്ന് കല്യാണം ഇത് സമ്മതിക്കില്ല. ബ്രോ വേണമെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. ഓക്കെ, ഞാൻ കല്യാണം വിളിക്കാം. കല്യാണി, ഒരു കാര്യം പറയണ്ട, ഒന്ന് വാ. ബ്രോ, കല്യാണി, ക്ലയൻസ് വെയിറ്റിംഗ്. അതുകൊണ്ട് നമുക്ക് ഈ ഡെമോ ചെയ്യാം. ക്ഷമിക്കണം വലിയകുഞ്ഞ്. വലിയകുഞ്ഞ് പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. പക്ഷേ ഇതെനിക്ക് പറ്റില്ല. ഞാൻ വലിയകുഞ്ഞിന്റെ കാല് പിടിക്കാം. എന്നെ വിട്ടേക്ക്. കല്യാണി, നീ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ, ഞാൻ നിന്റെ ബോസ്. ഇതൊരു ബിസിനസ്സാ. ഫോർമാലിറ്റീസും സെന്റിമെന്റ്സും ഒന്നുമില്ല. ഇതിലെന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം.
കല്യാണി, ഞങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. നിന്നെ ആരും നിർബന്ധിക്കൊന്നുമില്ല. പക്ഷെ ഇന്ന് വരെ ബിസിനസ്സിൽ വിജയിച്ച് മാത്രം നിന്നിരുന്ന ബ്രോ ആദ്യമായിട്ട് തോറ്റ് തലോനിക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം. അത്രേ ഉള്ളൂ. ഇനിയൊരു ഫോറിൻ പ്രോജക്റ്റ് എൻ്റെ ബ്രോയ്ക്ക് കിട്ടില്ല. അതാ, താല്പര്യമില്ലെങ്കിൽ വിട്ടേക്ക് കല്യാണി. വലിയ കുഞ്ഞിന് വിഷമം ഉണ്ടാവുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. മാത്രമല്ല, നീ ആ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറാ. നീ കാരണം പുതിയ പുതിയ പ്രോജക്റ്റുകൾ കിട്ടണം. കിട്ടിയത് നഷ്ടപ്പെടാനും പാടില്ല. മോൾ ഇതിനൊരു നേരം പോക്കായിട്ട് എടുത്താൽ മതി. വേണ്ട നീ കുഞ്ഞ്, വലിയ കുഞ്ഞ് ആരുടെ മുന്നിൽ തലകുനിഞ്ഞ് നിൽക്കരുത്. അത് ഈ കല്യാണിക്ക് സഹിക്കില്ല. അതിനുവേണ്ടി ഞാൻ ഈ കല്യാണത്തിന് തയ്യാറാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കല്യാണി. ആ, നിങ്ങൾ വെയിറ്റ് ചെയ്യേ, ഞാൻ ബ്രോയെ റെഡി ആക്കിയിട്ട് വരാം. ഓക്കെ, ഒരു 5 മിനിറ്റ്. ചേച്ചി വിളിച്ചോണ്ട് പോകും. ചെൽ വാ ചേച്ചി. ബ്രോ വാ. അമ്മേറെ നമുക്കിത് എന്തെങ്കിലും ചെയ്യാം. നീ എന്താ ഈ പറയുന്നത്? ആരെങ്കിലും പറഞ്ഞാലോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. പേടിക്കാതെ ചെല്ലു. So we are ready for that actually. Oh, good. Thank you, sir. Thank you. Oh, it's okay. Wow, Thank you, ma'am. that's Big nice. pleasure. All the best. Thank you, sir. Here. Thank you, ma'am. നടക്കാത്ത കല്യാണത്തിന് കുഴലൂതുന്ന പൊട്ടന്മാര്. ഇതൊക്കെ കണ്ടിരിക്കാൻ ഒരു രസം തന്നെയാ. എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതെന്ന്? എന്താ ഇളയമ്മയ്ക്ക് ഈ വേഷം കിട്ടൊന്നും മനസ്സിലായില്ലേ? കല്യാണ ചെറുക്കൻ. അരവിന്ദേ, നിന്റെ കുട്ടിക്കളി അല്ലിത്. ആനന്ദേ, ഇവൻ അന്തവും കുന്തവും ഇല്ലാത്ത ചെക്കനാ, അറിയാലോ. ഇവൻ പലതും പറയും. നീ ഇവൻ പറയുന്ന കേട്ട് തുള്ളാൻ നിൽക്കരുത്. ഇളമേ, ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. ഈ തീരുമാനം നിന്റെ അമ്മയ്ക്ക് അറിയാമോ? അമ്മയെ വിളിച്ചിരുന്നു, ഉറക്കത്തില്ല, ഡിസ്റ്റർബ് ചെയ്തില്ല. കൊള്ളാം. ആ കല്യാണിയുടെ ചെക്കനായിട്ട് നീ ഡെമോ ചെയ്യാൻ പോവാ. ഇത് അഖിലേച്ചി അറിഞ്ഞാ എന്ത് നടക്കുമെന്ന് നിനക്കറിയാലോ. ഇപ്പൊ ഈ ഡെമോ കല്യാണം നടക്കട്ടെ, ബാക്കിയെല്ലാം പിന്നെ. ഇളയമ്മ അമ്മയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഈ ചടങ്ങുകളൊക്കെ ശരിയാണോ എന്ന് നോക്കി നിൽക്ക്. ഓക്കെ ബ്രോ?
ഇനി പെണ്ണിനെ വിളിക്കാം. ആ ശരി. കല്യാണി വാ. ഇരുന്നാട്ടെ. എന്തോ ഒരു അസ്വസ്ഥതയുണ്ടല്ലോ. ടാബ്ലറ്റ് കഴിച്ച് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നതാ. എന്താ പെട്ടെന്നിങ്ങനെ? മനസ്സിലെന്തോ ഒരു വിഷമം പോലെ. കമല, മാഡം. ആ കമല, ആനന്ദ് വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു മാഡം. മാഡം അപ്പം നല്ല ഉറക്കത്തിലായിരുന്നു. വിവരം പറഞ്ഞപ്പോ എങ്കിൽ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞ് സാർ ഫോൺ കട്ട് ചെയ്തു. ശരി ശരി, ആനന്ദിനെ ഒന്ന് തിരിച്ചു വിളിക്കാം. ആ
എന്തു പറ്റി? ഫോൺ എടുക്കുന്നില്ല മാഡം. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം. വേണ്ട വേണ്ട, ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരിക്കും, ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ മാഡം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ആനന്ദ് വിളിക്കും. ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? ഐ ബെറ്റർ നോ. കല്യാണിയോട് ഒരു സ്ട്രോങ് കോഫി കൊണ്ടുവരാൻ പറയും. മാഡം, കല്യാണി ഷൂട്ടിലാണ്. ഓഫ്, ഞാനത് മറന്നു. അത് ശരിയാണല്ലോ. ആ ഓക്കെ, സുജാതയോടൊരു ചൂട് കോഫി കൊണ്ടുവരാൻ പറയും. ഓക്കെ മാഡം. വേറെ കോളൊന്നും വന്നില്ലല്ലോ? ഇല്ല മാഡം, വേറെ കോൾസ് ഒന്നും ഇല്ല. ശരി, കോഫി കൊണ്ടുവരാൻ പറയും. പെട്ടെന്നായിക്കോട്ടെ. Congratulations. Thank you, sir. It's not a dummy marriage. We felt it like a real marriage. Now the project is yours. താങ്ക് യു സർ. My pleasure. ഓക്കെയാണ് സാർ. താങ്ക് യു. Okay, see you. See you. See you. എന്തു പറ്റി ആനന്ദേ? 100 കോടി പ്രോജക്റ്റ് കിട്ടിയതിന്റെ സന്തോഷമൊന്നും മുഖത്ത് കാണാനില്ലല്ലോ. ഓ, മറന്നു. ആദ്യമായിട്ടാണല്ലോ അമ്മയുടെ വാക്ക് ധിക്കരിച്ചതല്ലേ? ഞാൻ നിന്നോട് തലയിൽ കൈവച്ച് പറഞ്ഞതല്ലേ ഇത് വേണ്ട വേണ്ടാന്ന്. ആ, ഇനിയിപ്പോ അഖില ചേച്ചി അറിയുമ്പോഴാ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നേ. ഈ വീട്ടിലെ മറ്റു ജോലിക്കാരെ പോലെ നീയും ഒരു ജോലിക്കാരി മാത്രം. അത് ഓർമ്മ വേണം എപ്പോഴും. അവനവന് എന്താണെന്നും ഏതാണെന്നും അറിഞ്ഞു പെരുമാറിയാൽ കൂടുതൽ കാലം തുടരാം. അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നും നിന്റെ സ്ഥാനം തൃച്ചംബരത്തെ കോമ്പൗണ്ടിന് പുറത്തായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്?